ഹലോ മിറാക്കിൾ ഫാമിലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഉച്ചയൂണ് സ്പെഷ്യലാണ് കേട്ടോ. ഇവിടെ കാണിക്കുന്നത് നമുക്കൊരു പടവലങ്ങയുണ്ട് ഉപ്പേരി വെക്കാനായിട്ട്, കുറച്ച് ചിക്കൻ ഉണ്ട് വറുക്കാനായിട്ട്. നമുക്ക് നല്ല കുഞ്ഞി ചാള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വറുക്കാനായിട്ട് ഉച്ചയ്ക്കും കുറച്ച് രാത്രിയിലേക്ക് ഞാൻ മാറ്റി വെച്ചു കേട്ടോ. അതിൽ ഞാൻ കുറച്ചിങ്ങനെ വരഞ്ഞ് കൊടുക്കുകയാണ്, ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞ് ചാളയൊന്നും പിടിക്കാൻ വരെ പെട്ടെന്നില്ല, കയ്യിൽ എന്നിരുന്നാലും നമുക്കിങ്ങനെ വരഞ്ഞ് കൊടുക്കുമ്പോൾ നല്ല ഉപ്പും മുളകും പിടിച്ചിട്ട് കഴിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാനതൊക്കെ വരഞ്ഞ് മാറ്റി വെക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഞാൻ 3 നിരത്തി വെച്ചിട്ട് അതിൽ ഉപ്പ്, മഞ്ഞൾ, മുളക് ഇതൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. 3 കൂടി ഒരുമിച്ച് നിരത്തി വെച്ചിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ. ഞാൻ ചിക്കൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടാനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇവിടെ അങ്ങനെ ഇടയ്ക്ക് നമ്മൾ ചേർക്കാറുണ്ട്. ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുളക് ഇവിടെ വളരെ കുറച്ചാണ് ഉപയോഗിക്കാറ്, കാരണം മക്കളൊക്കെ 1 വയസ്സായ കുട്ടി മുതൽ 4 വയസ്സായ കഴിക്കുന്നതുകൊണ്ട് മുളക് ഞാൻ ഇച്ചിരി കുറവാണ് ഉപയോഗിക്കാറ്. കൂടെ ഞാനൊരു ചെറിയ നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിഴിഞ്ഞ് എല്ലാത്തിലും ഒഴിച്ച് ഞാൻ സെറ്റാക്കി നന്നായിട്ട് തിരുമ്മി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാനത് വറുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഞാൻ ഒരുമിച്ച് തന്നെ രണ്ടും ചാളയും ചിക്കനും കൂടി ഒരുമിച്ചാണ് കേട്ടോ വറുക്കണം. രണ്ട് അടുപ്പിൽ ഒരുമിച്ച്. അപ്പോൾ ഒരുമിച്ച് കാര്യം കഴിയുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അപ്പുറത്ത് ഞാൻ ചട്ടി ചൂടായപ്പോൾ ഞാൻ ചിക്കൻ വെച്ചു. ചിക്കൻ വെച്ചിട്ട് അത് ഞാൻ മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി സോഫ്റ്റ് ആവാനും ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പ്നെസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൂടി വെക്കുന്നത് കേട്ടോ. അതിന് ചെറുതീയിലിട്ടിട്ട് ഞാൻ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അതിന് കുറച്ച് വെന്തപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് അത് ഓക്കെ ആക്കി. അതിന് ശേഷം ഞാൻ പടവലങ്ങ അരിഞ്ഞ് ഈ സൈഡിൽ ഞാൻ മാറ്റി വെച്ചു. ഇത് കഴിയുന്നതോടുകൂടി നമുക്ക് ഒരു സൈഡിൽ പടവലങ്ങയും ചാള വറ്റിച്ചതും ഒരുമിച്ച് ചെയ്യാമല്ലോ. അതിനുശേഷം വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്തു. ഒപ്പം ഞാൻ വേപ്പിലും കൂടിയും ചേർത്തിട്ട് അത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ നമ്മുടെ മഞ്ഞളും മുളകും ഉപ്പും കൂടി ചേർത്തു കേട്ടോ. അത് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ നമ്മുടെ പടവലങ്ങ അതിലേക്ക് ഇട്ടു, നന്നായിട്ട് വാട്ടിയെടുത്തു. അതിനുശേഷം ഞാൻ കുറച്ച് നാളികേരം ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാനത് വേവിച്ചത്. അധികം വേവൊന്നും വേണ്ടല്ലോ പടവലങ്ങയ്ക്ക്. അതിനുശേഷം നന്നായിട്ട് അത് ഇളക്കി കൊടുത്തു. അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഉപ്പും ഇതൊക്കെ ഉണ്ട്, നല്ലിട്ട് കുറച്ചും കൂടി ഒന്ന് ആവാനുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ മോൾ എഴുന്നേറ്റ് വന്നു കേട്ടോ. മോൾ എഴുന്നേറ്റ് വന്നപ്പോൾ അവൾക്കും ഞാൻ ഇതിൽ നിന്ന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടായിരുന്നു, സംഭവം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഞാൻ ഊതി നല്ല ചൂടാറട്ടെ എന്ന് വെച്ച് അവൾക്ക് ഇഷ്ടമായി. മുളകൊക്കെ കുറവായതുകൊണ്ട് ഇവരെല്ലാവരും എല്ലാം കഴിക്കും നന്നായിട്ട്. വെജിറ്റബിൾ ആയാലും മീനായാലും ഇത് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കൊടുത്തപ്പോൾ ക്യാമറയിൽ നോക്കിയിട്ട് സൂപ്പറായി എന്ന് പറയാനാണ് കേട്ടോ കാണിക്കുന്നത്. അതിനുശേഷം ഞാൻ വേഗം ചാള വറ്റിക്കാനായിട്ട് വെച്ചു. ചട്ടി ചൂടിയപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഉലുവ പൊട്ടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു. അതിനുശേഷം ഞാനിവിടെ ചുവന്നുള്ളിയാണ് കേട്ടോ യൂസ് ചെയ്തേക്കണേ. നമുക്ക് സബോള വേണമെങ്കിൽ എടുക്കാം. എനിക്കിവിടെ ചുവന്നുള്ളി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ചുവന്നുള്ളി ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇത് 3 നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ടു. നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് മഞ്ഞളും ഉപ്പും മുളകും കൂടി ഇട്ടു. അത് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ഒരു ചെറിയൊരു തക്കാളി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഓരോരുത്തരും ഓരോരോ സ്റ്റൈലാണ് വെക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റൈലാണ് കേട്ടോ അത്. അതുകൊണ്ടാണ് കേട്ടോ, ഞാൻ ഒരു ഷെഫൊന്നുമല്ല, നമുക്കറിയാവുന്ന രീതിയിൽ നമ്മുടെ വീട്ടിലത്തെ ഒരു കുക്കിംഗ് കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് അത് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ ഈ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. തക്കാളി ഞാനിവിടെ കുടപ്പുളിയാണ് ഇട്ടേക്കണത്. ഇവിടെ ഈ കുടപ്പുളിക്ക് ഇത്തിരി പുളി കുറവായതുകൊണ്ടാണ് കേട്ടോ 4-5 എണ്ണം. പിന്നെ ഇത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഞാൻ ഈ പുളി എടുത്ത് മാറ്റും. പിന്നെ അതിൽ പുളി ഇങ്ങനെ കാണുന്നത് ഇവിടെ ആർക്കും വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ 4-5 കുടപ്പുളി ഇട്ടിട്ടുണ്ട്. പുളി ഭയങ്കര കുറവാണ്, അതാണ് കുറച്ച് അധികമായിട്ട് കാണുന്നത്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിക്കണേ. ആവശ്യത്തിനുള്ള ചാറിനുള്ള തിളച്ച വെള്ളം, കുറച്ച് ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് തിളച്ച് വന്നപ്പം ഇതിലേക്ക് ഞാൻ നമ്മുടെ മാറ്റി വെച്ച കുഞ്ഞി ചാള ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ചാള നമുക്ക് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഞാനൊരു വേപ്പില ഇട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിൽ ഇങ്ങനെ തൂവി കൊടുക്കണം. പെട്ടെന്നാവും, നല്ല ടേസ്റ്റാണ്. നമ്മൾ കപ്പേരൊക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ചാളക്കറി. അപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും എനിക്ക് നന്നായിട്ട് വിശന്ന് തുടങ്ങി. അപ്പോൾ ഞാൻ വേഗം ചെന്ന് ഞാൻ ചോറെടുത്തു. ഞാൻ എന്നിട്ട് അവസാനം കഴിക്കുന്ന മോളുടെ കൂടെ ഇരുന്ന് കുറച്ച് നേരം അവളുടെ കൂടെ കളിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചോറുണ്ണാൻ വന്നത്. അപ്പം ഞാൻ ചാള എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പടവലങ്ങ ഉപ്പേരി ഉണ്ട് നമ്മുടെ കൂടെ. കഴിഞ്ഞ അവസാനമായിട്ടോ ഞാൻ എടുത്ത സമയത്ത്. പിന്നെ ഞാൻ 2 ചാള വറുത്തെടുത്തു. നല്ല മുരിഞ്ഞ ചാള നോക്കിയിട്ട് 2 ചാള വറുത്തെടുത്തു. കൂടെ നമ്മുടെ ചിക്കൻ എടുത്തു. ഇത്രയാണ് കേട്ടോ നമ്മുടെ ഉച്ചയ്ക്ക് ഇന്ന് സ്പെഷ്യൽ ഉണ്ടായിരുന്നത്. ഇതൊക്കെ എടുത്തിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങനെ കഴിക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ നാളായി നമ്മൾ പടവലങ്ങ വെച്ചിട്ട്. പടവലങ്ങ കണ്ടപ്പോൾ നല്ല ഫ്രഷ് പടവലങ്ങ കണ്ടപ്പോൾ നമ്മളത് മേടിച്ചു. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ ബൈ, സി യു.